സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിപിഒമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു. സമരം ചെയ്യുന്ന 3 പേർ ഉൾപ്പെടെ 45 ഉദ്യോഗാർത്ഥികൾക്കാണ് മെമ്മോ ലഭിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ 3 പേർക്കെങ്കിലും ആശ്വാസമുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. മറ്റുള്ളവർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റ് പടിക്കലെ പ്രതിഷേധം ശക്തമായി ഇപ്പോഴും തുടരുകയാണ്. ഈ അഡ്വൈസ് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നിരവധി പേരാണ് പട്ടികയിലുള്ളത്. അതായത് ഏകദേശം 964 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ജോലി നൽകിയത്. 30% താഴെ മാത്രം വേക്കൻസികൾക്ക് ജോലി നൽകിയ ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അഡ്വൈസ് 45 പേർക്ക് അഡ്വൈസ് നൽകിക്കൊണ്ട് ഉള്ള ഉത്തരവ് വരുന്നത്. നേരത്തെ തന്നെ ഈ 45 പേർക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തതാണ്. ഒരാഴ്ച മുമ്പ് തന്നെ കാര്യങ്ങൾ അറിഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോഴാണ് അഡ്വൈസ് വരുന്നത്. ആ 45 പേരിൽ സമരം ചെയ്തവരിൽ നിന്ന് 3 പേർ മാത്രമാണുള്ളത്. മറ്റുള്ളവർ സമരത്തിൽ പങ്കെടുക്കാത്തവരാണ്. ഏതായാലും ഈ 3 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ജോലി ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ വനിതാ സിപിഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ പട്ടികയിലുള്ളവർ പറയുന്നത്. അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഏപ്രിൽ 19-നാണ്. അതായത് നാളെയാണ്. നാളെ ഉച്ചയോടെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ആകെ 967 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ 675 പേർക്ക് ജോലി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട ഈ സാഹചര്യത്തിൽ പോലും 3 പേർക്ക് മാത്രമാണ് ഈ സമരം ചെയ്യുന്നവരിൽ നിന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമാണ് ഈ പ്രതിഷേധവുമായി നിന്നവരിൽ ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഈ 45 പേർക്ക് അഡ്വൈസ് കിട്ടിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെട്ടിട്ടുണ്ടോ? ഈ 45 പേർക്ക് അഡ്വൈസ് ആയി എന്ന് പറയുന്നതിൽ നമ്മുടെ സമരമുഖത്തുണ്ടായിരുന്ന 3 പേർക്ക് അഡ്വൈസ് ആയി. അവർ അഡ്വൈസ് ആകുമെന്ന് ഉറപ്പായപ്പോഴേ ഇവിടുന്ന് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വേക്കൻസി റിപ്പോർട്ടായി പിന്നെ ഇവിടെ തുടരണ്ടാവില്ല. പക്ഷേ എന്നാലും പിന്നീടും ബാക്കിയുള്ളവർ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 967 പേര് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ആകെ 273 ഫ്രഷ് വേക്കൻസി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് 64 NJD, ആ 64 NJD ഗവൺമെന്റായിട്ട് റിപ്പോർട്ടാക്കി തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 64 പേരുടെ കയ്യും കാലും പിടിച്ച് പല ആക്ഷേപങ്ങളും കേട്ട് നമ്മളുടെ പൈസ തന്നെ ചെലവാക്കി സ്പോട്ട് NJD എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തതാണ് നമുക്ക് റിപ്പോർട്ടാക്കി കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് 337 വേക്കൻസി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെയൊക്കെ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു 30% മാത്രമേ നമുക്ക് വേക്കൻസി കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ അർഹതയില്ലാത്തവരാണ്. 3.5 ലക്ഷത്തിലധികം ആളുകൾ എഴുതിയ പരീക്ഷയിൽ 60.67 എന്നുള്ള കട്ട് ഓഫ് മാർക്കും മറികടന്ന് ഫിസിക്കൽ പരീക്ഷയും പാസ്സായ ഞങ്ങൾ എങ്ങനെ അർഹതയില്ലാത്തവരാകുന്നത്? ഇന്നത്തെ ഞങ്ങളുടെ സമരരീതി എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ടൊരു ബാലറ്റ് പെട്ടിയാണ്. ശരിക്കും സർക്കാരിനെതിരെ പ്രതിഷേധവും അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ സങ്കടമാണ്. ഞങ്ങളെ അർഹതയില്ലാത്തവരെന്ന് മുദ്ര കുത്തിയപ്പോൾ അത്രയധികം നെഞ്ച് ഞങ്ങളുടെ നീർന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് അർഹതയില്ലാത്തവരുടെ വോട്ട് അർഹതയുള്ളവർക്ക് എന്നുള്ള ഒരു ആശയത്തിലാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതായത് അവസാന ദിവസമാണ് നാളെ കൂടി മാത്രമാണ് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാനുള്ള സമയം. ഈ ഒരു സമയത്ത് പോലും ഈ പ്രതിഷേധവുമായി രംഗത്തുള്ളത് എന്ന് പറയേണ്ടത് വളരെ ഒരു പരിതാപകരമായ സാഹചര്യമാണ്. ഇവർക്ക് കൂടുതൽ പേർക്കും അഡ്വൈസ് ലഭിച്ചിട്ടില്ല. അതായത് 45 പേർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് അല്പം മുമ്പ് തന്നെയാണ്. അത് അഡ്വൈസ് ആയി വന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ സമയത്ത് പോലും ഇനി അവസാന ഘട്ടത്തിൽ ഒരു ഗുണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ പ്രതിഷേധങ്ങളെല്ലാം വീണ്ടും കടുപ്പിക്കുമ്പോഴെങ്കിലും അടുത്ത ദിവസം ഈ വലിയ കാര്യമായുള്ള ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഇവർക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ സമരം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.